ഹായ് ഹലോ ജെ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കറിയാട്ടോ. നമുക്കിതാ മൺചട്ടിയിലുണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ ഇതാ ചേമ്പ്, ഉണക്കയില, തക്കാളി, പച്ചമുളക്, കുടംപുളി. ഇതെല്ലാം നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഇതിലേക്കിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉപ്പിട്ട് കൊടുക്കേണ്ട. അതിലേക്ക് ഉപ്പുണ്ടാവും. ഇത് ഒരുമാതിരി വെന്ത ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കറിക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി കറിയാട്ടോ. ഇത് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴത്തേനും നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, ഞാൻ എൻ്റെ പാകത്തിനുള്ള മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. നമുക്കിതിനെ അരച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടാനുള്ളതാണ്. ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിതാ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമ്മുടെ പണ്ടത്തെ ചിരട്ടത്തവിയില്ലേ, അതേ മോഡൽ സ്പൂണാട്ടോ ഇത്. നല്ല കറിയൊക്കെ എടുക്കാൻ നല്ല സുഖമാണേ. ഇതിനെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഇപ്പം നോക്കി നോക്കുക ഉപ്പുണ്ടോയെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകും ഉലുവയും കൂടി. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമുളകിലേക്ക് ഇതാ ചെറിയുള്ളിയും കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലോണം മൂത്ത് വരട്ടെ. ഇത് നല്ലോണം കളർ ചേഞ്ച് ആയ ശേഷം നമുക്ക് കറിയിലേക്ക് വറവിടാം കേട്ടോ. ഇത് അത്യാവശ്യം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സാക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.